നമുക്ക് സായ്കുമാറിലേക്ക് പോകാം. സായ്കുമാർ, ഉയരുന്ന ആരോപണം ഈ കേന്ദ്രത്തിന്റെ BJP-യുടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വേട്ടയാണ്. ഇത്തരമൊരു രാഷ്ട്രീയ ആരോപണം നമ്മൾ ഇന്നോ ഇന്നലെയോ കേൾക്കാൻ തുടങ്ങിയതല്ല. അത് കുറച്ചു കാലമായി ഈ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടും അത്തരം ചില രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു വശത്തുണ്ട്. കുടുംബത്തിന്റെ ആരോപണം, അത് രാഷ്ട്രീയമൊന്നും പറയുന്നില്ലെങ്കിലും സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് അവർ ആണയിട്ട് പറയുകയാണ്. സഹോദരന്റെ വാക്കുകളൊക്കെ നമ്മൾ ഇന്ന് കേട്ടുകഴിഞ്ഞു. എത്രത്തോളം കടുത്തതാണ് കുടുംബത്തിന്റെ ആരോപണം സായി? തീർച്ചയായും റോഷ്നി, ഇന്നലെ ഈ ഒരു മരണമുണ്ടായ ഉടൻ തന്നെ സഹോദരൻ നമ്മളുമായി ടെലിഫോണിൽ സംസാരിച്ചതാണ്. അപ്പോൾ മുതൽ അവർ ഉന്നയിക്കുന്ന വളരെ ഗൗരവമുള്ള ആരോപണം എന്നുള്ളത് ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസമായി റോയിയെ അവർ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി അന്വേഷണം ആദായ നികുതി വകുപ്പിൻ്റെതായി അവിടെ നടക്കുന്നുണ്ട്. ഒരു തടവിന് സമാനമായ സ്ഥിതിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ഒടുവിൽ ജീവൻ തന്നെ അവസാനിപ്പിക്കാം എന്ന കടുത്ത തീരുമാനത്തിലേക്ക് റോയി എത്തിയത്. അതുകൊണ്ട് ഈ മരണത്തിന്റെ ഉത്തരവാദി ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത കൃഷ്ണപ്രസാദ് എന്ന ഉദ്യോഗസ്ഥന്റെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് കുടുംബം ആ ആരോപണം ഉന്നയിച്ചത്. ഇന്ന് കുടുംബം അത് രേഖാമൂലം പരാതി നൽകുമ്പോഴും ആ രീതിയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാണ് റോയിയെ ഈ തരത്തിലുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ്. ഇതിപ്പോൾ ഈ ഒരു 3 ദിവസം തുടർച്ചയായി ഈ പരിശോധന നടക്കുന്നു. അതിനു മുൻപും നമുക്കറിയാം അദ്ദേഹത്തിന്റെ പലയിടങ്ങളിലായുള്ള സ്ഥാപനങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്നു. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹത്തെ ഈ അന്വേഷണ ഏജൻസി വേട്ടയാടുന്നു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, റോയി എന്നുള്ളത് ഈ വ്യവസായികൾക്കിടയിൽ തന്നെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണ്. അല്ല അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നൽകിയ അവസാന അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറയുന്നത് താൻ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചു, തനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ല, ഇപ്പോൾ മരിക്കാൻ വെച്ചാൽ പോലും താൻ അതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സന്തോഷവാനായിരുന്ന, ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ കൂളായി അതിനെ നേരിടുന്ന ഒരാൾ ഒരു മരണം എന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത്രമേൽ വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പല വിധത്തിലുള്ള ദുരൂഹതകളുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. പിന്നെ എന്തിന് കേരളത്തിൽ നിന്നുള്ള അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലെ വലിയൊരു ഭാഗം ദുബായിലേക്ക് കഴിഞ്ഞ നാളുകളിൽ മാറ്റിയിരുന്നു. അന്നവിടെ വലിയ പാർട്ടിയൊക്കെ, സിനിമാ താരങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പാർട്ടിയൊക്കെ നടത്തുകയും ചെയ്തു. അതിൽ പങ്കെടുത്ത ആളുകളെ പോലും അന്വേഷണ ഏജൻസി റഡാറിൽ നിർത്തിയിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് റോയിയെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ അന്വേഷണ സംഘം നിർത്താതെ ഫോളോ ചെയ്യുന്നു? എന്ത് തെറ്റാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, എന്ത് വീഴ്ചയാണ് ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം, അതായത് ഈ ഉദ്യോഗസ്ഥർ എല്ലാവരും ഇരിക്കെ തൊട്ടടുത്ത മുറിയിലേക്ക് പോയി നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നമാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായത്? ഈ സമ്മർദ്ദമല്ലാതെ മറ്റെന്താണ് എന്നുള്ള ചോദ്യമാണ് കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ചോദിക്കുന്നത്. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു പ്രശ്നവും തങ്ങൾ അറിയുന്ന റോയിക്കില്ല. അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈ പറയുന്ന ഈ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. ഈ സഹോദരനെ അദ്ദേഹം കഴിഞ്ഞ ദിവസം രാവിലെയും വിളിച്ചിരുന്നു. അതായത് ഇന്നലെ രാവിലെ വിളിച്ചിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞത് തനിക്ക് അടിയന്തരമായി ഒന്ന് കാണണം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോഴും ഈ സമ്മർദ്ദങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുമില്ല, മറിച്ച് ഈ റെയ്ഡ് നടക്കുന്ന കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആദായ നികുതി വകുപ്പ് ഇതിൽ പറയുന്ന ഒരു വിശദീകരണം റോഷ്നി, തങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള വീഴ്ചയില്ല, നടപടിക്രമങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തത് എന്ന വിശദീകരണത്തിൽ അവർ അത് ഒതുക്കുകയാണ്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് കുറെ കൂടി ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരണം. ഇനിയിപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതടക്കം അന്വേഷിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി അടക്കം നൽകുന്നത്. ഇന്നലെ തന്നെ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാർ അടക്കം അത് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവരിൽ നടക്കം നോട്ടീസ് നൽകി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. സായ്കുമാർ സൂചിപ്പിച്ചതുപോലെയാണ് നിലവിൽ ഉയരുന്ന ആരോപണങ്ങൾ. അതിൽ കുടുംബത്തിന്റെ ആരോപണം ശക്തമാണ്. നോക്കൂ, അമ്മയെ വിളിക്കണമെന്ന് CJ റോയ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനുപോലും സമ്മതിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു സ്ഥിരീകരണം വരണം. നമുക്കറിയാം, ഈ CJ റോയ് എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളാണ്. പാവങ്ങൾ എന്ത് സഹായം വന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ അത് കണ്ടറിഞ്ഞും അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ വൈകാരികമായ ഒരു മനസ്സുണ്ടായിരിക്കുകയും അത്തരം ഒരു മനോഭാവമാണ് ആളുകളോടൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ഒടുക്കം ഇത്തരം ഒരു സമ്മർദ്ദം അനുഭവിക്കുന്ന ഘട്ടത്തിലായിരിക്കണം അദ്ദേഹം അമ്മയെ ഒന്ന് ഫോണിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അതിനുപോലും സമ്മതിച്ചില്ലെന്നുള്ളതൊക്കെ കുടുംബത്തിന്റെ ആരോപണമാണ്.